ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. എനിക്കൊരാഗ്രഹമുണ്ടെന്നും അതമ്മ നടത്തി തരുമോ എന്നും പാറു ഗായത്രിയോട് ചോദിക്കുകയാണ്. എന്താ മോളെ നിന്റെ ആഗ്രഹമെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ അമ്മ മണിചന്ദ്രമാല അണിഞ്ഞ് വിശാൽ സാറിന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടണം. ഇല്ല മോളെ, എന്നെക്കൊണ്ട് അതിനാകില്ല. എന്നെക്കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ശ്രമിച്ചേനെ. പക്ഷേ മോളെ, ഇതെന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ലെന്നും ഗായത്രി പറയുന്നു. പിന്നെ മോളോട് മറ്റൊരു കാര്യം കൂടി പറയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പൗർണമിയുടെ അന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് പ്രത്യക്ഷമാകാൻ സാധിക്കും. കുറച്ചു നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഞാനപ്പോ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് പാറു ഗായത്രിയുടെ നേരെ തിരിയുമ്പോൾ ഗായത്രി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്ന ജാസ്മിൻ ഗായത്രിയുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ജാസ്മിന്റെ കയ്യിൽ 2 ഫോണുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്ന് ജാസ്മിൻ പറയുകയാണ്, ഹലോ ആൻറ്റി, നിങ്ങൾക്ക് ജീവനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞാലേ എനിക്കൊരു കുഴപ്പവുമില്ല. നിങ്ങളിത് ആരോട് പറയാനാ? നിങ്ങൾക്ക് ആരോടും പറയാൻ സാധിക്കില്ലല്ലോ. ഞാനിവിടെ ചില ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ പോവുകയാ. ദാ ഈ ഫോൺ വെച്ച് ഞാൻ ഈ ഫോണിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ടേ വിശാലിന്റെ മുറിയിൽ വെക്കാൻ പോവുക. ഒന്നും കാണാതെ ജാസ്മിൻ ഒന്നും ചെയ്യില്ലല്ലോ. ജാസ്മിന്റെ കളികള് കാണാൻ കിടക്കുന്നതേ ഉള്ളെന്നും ജാസ്മിൻ പറയുന്നു. എന്തൊക്കെ കളികൾ കളിച്ചിട്ടാണെങ്കിലും വിശാലിനെ കൊണ്ട് ഞാൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പിച്ചിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഫോണും കൊണ്ട് വിശാലിന്റെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് ഫോണിന്റെ ക്യാമറ ഓണാക്കിയതിനു ശേഷം വിശാലിന്റെ ടേബിളിൽ കൊണ്ടുവെക്കുകയാണ് ജാസ്മിൻ. ഇവിടെ വെച്ച കട്ടിലിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ കിട്ടും. ജാസ്മിന്റെ ബുദ്ധി എന്താണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. മോളെ പാർവതി, വിശാലിലുള്ള നിന്റെ വിശ്വാസം തകർന്നാൽ നീ എന്താണെങ്കിലും അവനെ ഇട്ടിട്ട് പോകുമല്ലോ. ഇന്ന് എന്താണെങ്കിലും പൗർണമി പൂജ കഴിയുമ്പോൾ നീ ആ പ്രസാദം വിശാലിന് കൊടുക്കും. നീ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രസാദം ഞാൻ ഉറക്ക ഗുളികയും കലക്കും. അങ്ങനെ ആ പ്രസാദം കഴിച്ച് വിശാൽ ബോധം കെട്ടി ഇവിടെ കിടക്കുമ്പോൾ ഞാൻ ഈ മുറിയിലേക്ക് വരും. എന്നിട്ട് ഞാനൊരു സീൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യും. സ്വന്തം ഭർത്താവ് വേറെ ഒരു പെണ്ണിനൊപ്പം കിടപ്പറ പങ്കിടുന്നത് നിനക്ക് സഹിക്കാനാകുമോ പാർവതി? ഇതിന്റെ കഥയും തിരക്കഥയും ഒക്കെ ഞാനാണെങ്കിലും നാളെ രാവിലെ വിശാലിന്റെ ചാരിത്രം നശിപ്പിച്ചെന്നായിരിക്കും ഞാൻ എല്ലാവരുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പൗർണമി പൂജ ചെയ്യും ഗാർഗിയെയും പാറുവിനെയുമാണ്. തുടർന്ന് ഗാർഗി ചോദിക്കുകയാണ്, അല്ല പാർവതി, നമ്മൾ എന്തിനാ ഈ പൗർണമി പൂജ ചെയ്യുന്നത്? ദുരിതശമനവും ഐശ്വര്യവും എല്ലാം തന്നെ ഈ പൂജ നടത്തുന്നതിലൂടെ നമുക്ക് വന്നു ചേരും. അങ്ങനെ പൗർണമി പൂജയുടെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ ഗാർഗിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പാറു. അങ്ങനെയൊക്കെയാണല്ലേ, അപ്പോൾ ഇനി മുതൽ ഞാനും ചെയ്യും പൗർണമി പൂജയെന്ന് ഗാർഗിയും പറയുന്നു. തുടർന്ന് പാറു പറയുകയാണ്, ഗാർഗി, നിവേദ്യം വെച്ചതിന് ശേഷം നമ്മൾ അല്പനേരം മാറി നിൽക്കണം. എങ്കിലേ ചന്ദ്രഭഗവാൻ ഇവിടെ വന്ന് ഈ നിവേദ്യം സ്വീകരിക്കുകയുള്ളൂ. അത്രയും പറഞ്ഞ് ഗാർഗിയും കൊണ്ട് പാറു അവിടെ നിന്ന് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ജാസ്മിൻ വരികയാണ്. തുടർന്ന് ആ ഉറക്ക ഗുളികയുടെ പൊടി ആ പ്രസാദത്തിലേക്ക് ചേർത്ത് ജാസ്മിൻ പറയുകയാണ്, ഈ പ്രസാദം കഴിച്ച് നീ നിന്റെ മുറിയിലും വിശാലിന്റെ മുറിയിലും ബോധം കെട്ട് കിടക്കണം. എങ്കിലേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അങ്ങനെ എല്ലാം ചേർത്തതിന് ശേഷം ജാസ്മിൻ പറയുകയാണ്, ഇന്ന് രാത്രിക്ക് ശേഷം വിശാലിനെ ഞാൻ എൻ്റേതാക്കി മാറ്റും പാർവതി. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതിയുടെ ഫോണിലേക്ക് ശേഖരൻ വിളിക്കുന്നു. ടെൻഷനോടെ പ്രതാപനെ വിളിക്കുകയാണ് പ്രഭാവതി. തുടർന്ന് പ്രഭാവതി കോൾ എടുക്കുമ്പോഴേക്കും അത് കട്ടായിട്ടുണ്ടായിരുന്നു. എന്താ ചേച്ചി, എന്താ വിളിച്ചതെന്ന് ചോദിച്ച് പ്രതാപം വരുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ആ ശേഖരമേനോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോൾ എടുക്കുന്നതിന് മുമ്പ് കട്ടായിപ്പോയി. നീയും കൂടി എൻ്റെ കൂടെ ഉണ്ടെങ്കിലല്ലേ നിന്റെ ആ കൂട്ടുകാരനെ വിളിച്ച് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റൂ. നീ എന്താണെങ്കിലും ഇവിടെ തന്നെ നിൽക്ക്, അയാള് ഒരു വട്ടം കൂടി വിളിക്കുമെന്നും പ്രഭാവതി പറയുന്നു. അതേസമയം പ്രഭാവതി ഫോൺ എടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ശേഖരൻ. അവളെ കൊണ്ട് ഫോൺ എടുപ്പിച്ചിട്ട് തന്നെ കാര്യം. അത്രയും പറഞ്ഞുകൊണ്ട് ശേഖരൻ വീണ്ടും പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ പ്രതാപനോട് പ്രഭാവതി പറയുകയാണ്, ചേച്ചി എന്താണെങ്കിലും കോൾ എടുക്ക്, ഞാൻ പറയാതെ കട്ട് ചെയ്യണ്ട, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ തന്റെ കൂട്ടുകാരനെ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്തായി പ്രഭാവതി, എന്നെ കൊല്ലാനുള്ള പ്ലാനൊക്കെ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതെന്ന് ശേഖരനോട് പ്രഭാവതി ചോദിക്കുന്നു. ആ വീട്ടിലിരിക്കുന്നത് കൊണ്ട് മാത്രമാ എനിക്ക് അങ്ങോട്ടേക്ക് കയറി വന്ന് നിന്നെ കൊല്ലാൻ സാധിക്കാത്തത്. നീ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന അതേസമയം നിന്റെ മരണം തേടി ഞാൻ എത്തിയിരിക്കുമെന്നും ശേഖരൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെ വിളിച്ച് കൂട്ടുകാരൻ ശേഖരമേനോന്റെ ലൊക്കേഷൻ പറയുന്നതാണ്. പ്രതാപൻ പ്രഭാവതിയോട് വന്ന് പറയുകയാണ്, ചേച്ചി, അയാൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ വീടിന്റെ ചുറ്റുവട്ടത്തുനിന്നാ. പ്രതാപ, ഇന്ന് അയാളെ വിടാൻ പാടില്ല, എന്താണെങ്കിലും പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞ് പ്രതാപനെ കൂട്ടിക്കൊണ്ട് പ്രഭാവതി പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനുള്ള പ്രസാദവുമായി മുറിയിലേക്ക് ചെല്ലുന്ന പാറുവിനെയാണ്. പൗർണമി പൂജയുടെ പ്രസാദമാ ചന്ദ്രഭഗവാൻ സമർപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറു കൊടുക്കുമ്പോൾ വിശാൽ പറയുകയാണ്, എനിക്ക് അമ്മയെ ഓർമ്മ വന്നു, അമ്മയും പണ്ട് ഇങ്ങനെയായിരുന്നു. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, വിശാൽ സാറ് വിഷമിക്കാതെ, അമ്മയ്ക്ക് പകരമാകില്ലെങ്കിലും വിശാൽ സാറിന്റെ അമ്മയെ പോലെ വിശാൽ സാറിനെ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. ഇത് കേൾക്കുന്ന വിശാൽ പറയുക, അത് സത്യമാ പാർവതി, നീ ഉള്ളപ്പോ എന്റെ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുപോലെയാ എനിക്ക് തോന്നാറ്. അങ്ങനെ അവര് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് സംസാരിച്ചു നിൽക്കും. ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് നോക്കുകയാണ് ജാസ്മിൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക.
ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.